സ്വന്തമാക്കി ഇന്ത്യ. രണ്ടാം മത്സരത്തിൽ 8 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കിവീസ് ഇന്നസിൽ 34 ഓവറിൽ 108 അവസാനിക്കുകയായിരുന്നു. വിശദാംശങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അൻസില ചേരുന്നു. അൻസില, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രേക്ഷകർക്കായി വളരെ വിശദമായി തന്നെ ഇതൊന്ന് പങ്കുവെക്കാമോ? അജി, ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വളരെ കുറച്ച് വിജയലക്ഷ്യം മാത്രമാണ് ഇന്ത്യ പിന്തുടരുന്നത് എന്നതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ടോസ് നഷ്ടപ്പെട്ട ആദ്യം തന്നെ ബാറ്റിങ്ങിന് ഇറങ്ങിയ കിവീസിന് 34.3 ഓവറിൽ 108 റൺസിന് അവരുടെ ബാറ്റിംഗ് അവസാനിക്കുകയായിരുന്നു. ഇന്ത്യയുടെ മികച്ചൊരു ബൗളിംഗ് പ്രകടനം തന്നെ ഇന്നത്തെ രണ്ടാം ഏകദിനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു. ആദ്യം തന്നെ ടോസ് ഇന്ത്യ നേടുകയും ഇന്ത്യ ഫീൽഡിംഗ് ചൂസ് ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യൻ ബൗളർമാർക്ക് മേൽ ഒരു വ്യക്തമായ ആധിപത്യം നേടാൻ മത്സരത്തിലുടനീളം ന്യൂസിലൻഡ് ബാറ്റർമാർക്ക് സാധിച്ചിരുന്നില്ല എന്നതും ഒരു എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്. ന്യൂസിലൻഡ് ബാറ്റർമാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 36 റൺസ് എടുത്ത ഗ്ലെൻ ഫിലിപ്സ് ആയിരുന്നു കിവീസിൻ്റെ ടോപ്പ് സ്കോറർ എന്നത്. കാരണം ഗ്ലെൻ ഫിലിപ്സിന് പുറകെ മറ്റ് 2 പേര് മാത്രമാണ് കിവീസിൻ്റെ ബാറ്റിംഗ് നിരയിൽ 2 അക്കം കടന്നിട്ടുണ്ടായിരുന്നത്. ക്യാപ്റ്റൻ അടക്കം 2 അക്കം കടക്കാതെ ഇന്ന് പുറത്താവുകയായിരുന്നു. ഒരു ദയനീയ പരാജയം എന്ന് തന്നെ ഇന്നത്തെ മത്സരത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ മത്സരത്തോടെ ഇന്ത്യ ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ ബൗളർമാരുടെ ഒരു മികച്ച പ്രകടനവുമാണ് ന്യൂസിലൻഡ് ബാറ്റിംഗ് നിരയുടെ നടുപൊടിച്ചതെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യ ഓവറിലെ 5-ാം പന്തിൽ തന്നെ ന്യൂസിലൻഡിൻ്റെ ബാറ്റിംഗ് തകർച്ച നമുക്ക് കാണാൻ സാധിച്ചതായിരുന്നു. ഫിൻ അലനെ മുഹമ്മദ് ഷമി പുറത്താക്കിയതോടെയാണ് കിവീസിൻ്റെ ബാറ്റിംഗ് തകർച്ച തുടങ്ങിയത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിൽ സെഞ്ചുറി നേടിയ ബ്രസ്വെല്ലും ഗ്ലെൻ ഫിലിപ്സും ചേർന്ന ഒരു കൂട്ടുകെട്ടിലൂടെ ന്യൂസിലൻഡിനെ 50 കടത്തിയെങ്കിലും അതൊരു ന്യൂസിലൻഡിൻ്റെ പ്രതീക്ഷ വെക്കുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു. ന്യൂസിലൻഡിൻ്റെ റൺ റേറ്റിൽ വ്യത്യാസം വരുത്താൻ കഴിയുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു എന്ന് തോന്നിപ്പിച്ചെങ്കിലും മുഹമ്മദ് ഷമിയുടെ പന്തിൽ തന്നെ ബ്രസ്വെല്ലും 22 റൺസിന് പുറത്താവുകയായിരുന്നു. ഇതേ തുടർന്ന് വന്ന ന്യൂസിലൻഡ് ബാറ്റർമാർ ഓരോരുത്തരായി വലിയൊരു ബാറ്റിംഗ് തകർച്ചയിലേക്ക് ന്യൂസിലൻഡ് ടീം പോകുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയേണ്ടത് പിച്ചിൻ്റെ കാര്യം തന്നെയാണ്. റായ്പൂരിലെ ഷഹ്വീർ നാരായൺ സിംഗ് സ്റ്റേഡിയം വേദിയാകുന്ന ആദ്യ അന്താരാഷ്ട്ര മത്സരമായിരുന്നു ഇന്ന് അരങ്ങേറിയ ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിനം. ഇതിനു മുമ്പ് IPL മത്സരങ്ങളും ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾ മാത്രമായിരുന്നു അവിടെ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത്. അതിനാൽ തന്നെ ആ പിച്ചിലും ന്യൂസിലൻഡിൻ്റെ ബാറ്റിംഗ് നിരയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ന്യൂസിലൻഡ് ബാറ്റിംഗ് നിരയ്ക്ക് ഷഹ്വീർ സ്റ്റേഡിയത്തിലെ പിച്ചിൽ കളിച്ചും വലിയൊരു പരിചയം ഉണ്ടായിരുന്നില്ല. ഇതും അവർക്ക് നേരിടേണ്ടി വന്ന അവരുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് നേരിടേണ്ടി വന്ന ഒരു പ്രധാന കാരണമായി എടുത്തു പറയാം. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള ഏകദിനവും തൂത്തുവാരി അൻസില കേൾക്കുന്നുണ്ട്. അൻസില, ശ്രീലങ്കയ്ക്കെതിരെ നടന്ന ഏകദിനത്തിലും ഇന്ത്യ മികച്ച ഫോമിൽ തന്നെയാണ്. ഇപ്പോൾ ഇതാ ന്യൂസിലൻഡിനെതിരെയുള്ള 2 പരമ്പരകൾ ഇപ്പോൾ ഇന്ത്യൻ സ്വന്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഈ സഞ്ജു സാംസൺ അടക്കമുള്ള താരങ്ങൾ കളിക്കുന്നില്ല. അത് മലയാളികൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഷമ്മി അടക്കമുള്ള താരങ്ങൾ വലിയ മുന്നേറ്റമാണ് കാഴ്ചവെക്കുകയും ചെയ്യുന്നത്. എങ്ങനെ വിലയിരുത്താം ഇതിനെ? അജയ്, നിലവിൽ സഞ്ജു സാംസൺ പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം വിശ്രമത്തിലാണ്. എങ്കിലും തുടർന്ന് വരുന്ന ഓസീസ് പരമ്പരയിലൊന്നും സഞ്ജു സാംസണ് ഇടം നൽകാത്തതിനെ തുടർന്ന് വലിയ വിമർശനങ്ങൾക്കൊക്കെ ഇടയായിട്ടുണ്ടായിരുന്നു. എന്നാൽ സഞ്ജുവിൻ്റെ പരിക്കാണ് സെലക്ടർമാർ ഇതിനൊരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് താരങ്ങൾക്കും ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വർഷം നടക്കാനിരിക്കുന്ന ലോകകപ്പ് ആണ്. ഏകദിന ലോകകപ്പില് മുതിർന്ന താരങ്ങൾക്കെല്ലാം ഇനി തുടർന്ന് വരുന്ന മത്സരങ്ങളിൽ വിശ്രമം അനുവദിച്ചേക്കുമെന്നുള്ള ഒരു കാര്യവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം തുടർച്ചയായിട്ടുള്ള ഏകദിനങ്ങളും T20 പരമ്പരകളും ടീമിലുള്ള താരങ്ങളുടെ കായികക്ഷമതയെ വളരെ കാര്യമായിട്ട് തന്നെ ബാധിക്കാനിടയുണ്ട്. ഏകദിന പരമ്പര ഇന്ത്യക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മാൻസുല റേച്ചൽ സണ്ണി.